ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ അത് പൂർണ്ണമാകും. നമ്മൾ ഒരു 3-4 ക്ലാസ്സായിട്ട് പഞ്ചവത്സര പദ്ധതികളാണ് 1-2 പദ്ധതികൾ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 9 പദ്ധതി വരെ നമ്മൾ പറഞ്ഞു. 9ാം പഞ്ചവത്സര പദ്ധതി വരെ പറഞ്ഞു. ഇനി 10, 11, 12. അപ്പോൾ ഈ 3 പദ്ധതികളും കൂടെ പറയുമ്പോഴത്തേക്കും ഇന്നത്തോടുകൂടി പഞ്ചവത്സര പദ്ധതികളുടെ ഒരു ഏരിയ തീരുവാണ്. അത്യാവശ്യം ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം ഒന്ന് കണ്ടിട്ട് തന്നെ ഒന്ന് റിവിഷൻ ചെയ്യാനും നല്ലതായിരിക്കും. അതായത് ഓരോ പദ്ധതികൾ ഓരോ പദ്ധതികൾ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ അത് വായിക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുമെന്ന് പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് മനസ്സിലൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു നല്ലൊരു റിവിഷന് വേണ്ടിയിട്ട് ആ ഒരു സംഭവം എന്താണ് ഇത് വന്നത് ഇന്ന പദ്ധതി കാലത്താണെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളോട് ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളെന്ന് പറയുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം എന്ന് പറഞ്ഞാൽ 9ാം പദ്ധതി ഏതുവരെയാണ് 97 മുതൽ 2002 വരെയായിരുന്നു. ഇനി അത് അടുത്ത 5 വർഷമാണ് അടുത്ത 10ാം പദ്ധതി എന്ന് പറയുന്നത്. 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് NREGA വരുന്നത് 2005 NREGA നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വരുന്നത് എന്നാണ് 2005 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വരുന്നത്. NREGA വരുന്നത് 2005 NREGA വരുന്നത്. ആക്ട് വരുന്നത് 2005. എന്നാൽ NREGA നിലവിൽ വരുന്ന വർഷം ഏതാണ്? നിലവിൽ വരുന്ന തൊട്ടടുത്ത വർഷമാണ് 2006 ഈ NREGA എന്ന് പറഞ്ഞത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത് 2006. എന്നാൽ NREGA ആക്ട് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വരുന്നത് 2005. ഇതിന് പ്രകാരം എത്ര ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നുണ്ട്? 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നുണ്ട്. 100 ദിവസത്തെ തൊഴിലാണ് ഒരു കുടുംബത്തിനാണ്, ഒരാളിനാണോ? ഒരു കുടുംബത്തിനാണ് 100 ദിവസത്തെ തൊഴിൽ നൽകുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര് പോകുന്നുണ്ടെങ്കിൽ ഈ 2 പേർക്കും കൂടി 100 ദിവസത്തെ തൊഴിൽ. 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും കൂടി 100 ദിവസത്തെ തൊഴിൽ. മൊത്തം 100 ദിവസത്തെ, ഒരു കുടുംബത്തിന് മൊത്തം 100 ദിവസത്തെ തൊഴിലേ കിട്ടുള്ളൂ. ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് 100 ദിവസം ചെയ്യാം, 2 പേരുണ്ടെങ്കിൽ 2 പേർക്കും കൂടി 100 ദിവസം ചെയ്യാം. എന്നാൽ ട്രൈബൽസിന് 100 ദിവസത്തെ തൊഴിൽ അധികം കിട്ടും. അതായത് ഇത് ഓർഡിനറി ആയിട്ട് സാധാരണ ഇതിൽ കിട്ടുന്ന 100 ദിവസത്തെ തൊഴിൽ അവർക്ക് കിട്ടും, പ്ലസ് 100 കൂടി കിട്ടും. ട്രൈബൽ ഏരിയസിലെ ട്രൈബൽസിന് കിട്ടുന്നതാണ് 100 ദിവസത്തെ അധിക തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി. 100 ദിവസത്തെ അധിക തൊഴിൽ കിട്ടുന്നത് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയിലാണ്. സാധാരണ എത്ര ദിവസത്തെ തൊഴിലാണ് കിട്ടുന്നത്? 100 ദിവസത്തെ തൊഴിലാണ് കിട്ടുന്നത് ഒരു കുടുംബത്തിന് കിട്ടുന്നതാണ്. ഇനി ഇപ്പോൾ കറണ്ടായിട്ട് നമുക്ക് വരാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഇതിന്റെ വേതനം എത്രയാണ്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിൽ ഇപ്പോഴത്തെ വേതനം 269 രൂപയാണ് നിലവിൽ ഉള്ളത്. 269 രൂപ. എത്രയുണ്ടായിരുന്നു? 246 ആയിരുന്നു നേരത്തെ. അതിൽ എത്ര രൂപ കൂടിയിട്ടുണ്ട്? ഇപ്പം വീണ്ടും 23 രൂപ കൂടി എന്തായിട്ടുണ്ട്? 269 രൂപ വന്നിട്ടുണ്ട്. മുമ്പ് ഒരു ചോദ്യം ചോദിച്ചത് എന്താണ്, എത്ര രൂപയാണ് കൂടിയെന്നാണ് ചോദിച്ചത്. അന്നത്തെ അതിന്റെ ആൻസർ 22 ആയിരുന്നു. 22 ഒരിക്കലും അതിന്റെ ആൻസർ. പിന്നെ വീണ്ടും ചോദിച്ചു 246 ആയപ്പോഴത്തേക്ക് എത്ര രൂപ കൂടിയെന്ന് ചോദിച്ചു. 13 രൂപയാണ് അന്ന് കൂടിയത്. 233 എത്രയിലോട്ട് മാറി? 246 മാറി. പിന്നെ 311 ആയിരുന്നത് 22 രൂപ കൂടി 333 ഈ 333 13 രൂപ കൂടി 246 ഇപ്പോൾ 246 വീണ്ടും എത്ര രൂപ കൂടി? 23 രൂപ കൂടി 269 എത്തിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളണം, ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി ഇതുപോലെ തന്നെ ഈ 2005 വേറെ എന്ത് സംഭവം വന്നു? 2005 വേറെ എന്തെങ്കിലും ആക്ട് വന്നതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സെയിം വർഷത്തില് എന്ത്? RTI വിവരാവകാശ നിയമം വരുന്ന ഏത് വർഷമാണ്? 2005 വിവരാവകാശ നിയമം വരുന്നത് 2005. എന്താണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതാണ് വിവരാവകാശ നിയമം വരുന്നത്. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതാണ്. ഇത് വരുന്ന ഏത് വർഷമാണ്? 2005. RTI വരുന്നത് 2005. 2005 വിവരാവകാശ നിയമം വരുന്നത് 2005 ജൂൺ 15 വിവരാവകാശ കമ്മീഷൻ വരുന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം വരുന്നത് 2005 ജൂൺ 15 വിവരാവകാശ കമ്മീഷൻ വരുന്നത് 2005 ഒക്ടോബർ 12 നമ്മൾ എന്തെന്ന് പറഞ്ഞ വിശേഷണം? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നതാണ് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞു. ഇനി അടുത്ത് NRHM വരുന്നത് 2005 NRHM വരുന്നത്. NRHM ഫുൾ ഫോം എന്താണ് ചോദിച്ചിട്ടുണ്ട്. NRHM
നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വരുന്നത് ഏത് വർഷമാണ്? 2005 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM വരുന്നത് 2005 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് NRHM വരുന്നത് 2005. ഇനി 2004 വരുന്നതാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 2004. 2004 വന്ന പദ്ധതിയാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നത് 2004. 2005 നമ്മൾ 2 സംഭവം പറഞ്ഞു. എന്താണ്? NREGA വരുന്നത് 2005. അതുപോലെ എന്താണ്? RTA റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം വരുന്നത് 2005. പിന്നെ 2002 വന്നൊരു പദ്ധതിയാണ് സ്വജൽ ധാര പദ്ധതി. സ്വജൽ ധാര പദ്ധതി വരുന്നത് 2002. സ്വജൽ ധാര പദ്ധതി വരുന്നത് 2002. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 2004. പിന്നെ 2005 വിവരാവകാശ നിയമം വരുന്നത്. അതുപോലെ എന്താണ്? ദേശീയ തൊഴിലുറപ്പ് നിയമം വരുന്നതും 2005. ഇനി അടുത്ത് നമുക്ക് അടുത്ത് പറയാനുള്ളത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നതാണ് എന്തെന്ന്? എഡ്യൂക്കേഷൻ മോഡൽ അല്ലെങ്കിൽ രംഗരാജൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. എഡ്യൂക്കേഷൻ മോഡൽ അല്ലെങ്കിൽ രംഗരാജൻ മോഡൽ. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം എന്ന് പറയുന്നത് 2007 മുതൽ 2012 വരെ. 2007 മുതൽ 2012 വരെയാണ് 11ാം പദ്ധതി എന്ന് പറയുന്നത്. അതിനാണ് അറിയപ്പെടുന്നത് എഡ്യൂക്കേഷൻ മോഡൽ അല്ലെങ്കിൽ രംഗരാജൻ മോഡൽ എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച നേടിയത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതായത് ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇൻക്ലൂസീവ് ഗ്രോത്ത്, അല്ലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ചയായിരുന്നു എന്താണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ വളർച്ച ശരാശരി വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ സമയത്ത് വന്നതാണ് 2007 ആം ആദ്മി ബീമ യോജന. ആം ആദ്മി ബീമ യോജന. ആം ആദ്മി ബീമ യോജന വരുന്നത് 2007. ഏത് പദ്ധതി പ്രകാരമാണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആം ആദ്മി ബീമ യോജന വരുന്നത് 2007. ഇനി 2011ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. എന്താണ്? ആധാർ വരുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആധാർ നിലവിൽ വരുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏത് ഡേറ്റ് ആണ്? 2010 സെപ്റ്റംബർ 29. 2010 സെപ്റ്റംബർ 29 എന്ത് വന്നത്? ആധാർ നിലവിൽ വരുന്നത്. ആധാർ നിലവിൽ വരുന്നത് 2010 സെപ്റ്റംബർ 29. ചോദിക്കാൻ അല്പം ചാൻസ് ഉള്ളത് എന്ന് തന്നെ പറയാം. 2010 സെപ്റ്റംബർ 29 ആധാർ നിലയിൽ വരുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 11ാം പഞ്ചവത്സര പദ്ധതി. ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം? ആധാർ വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2010 സെപ്റ്റംബർ 29 ആധാർ വരുന്നത്. അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് ഏത് വർഷമാണ്? 2009. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് 2009. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത് 2009. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഏത് പദ്ധതി കാലത്താണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞത് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന. പലതവണ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന ഡേറ്റ് 2010 ഏപ്രിൽ 1. ഈ ഇടയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഈ ഡേറ്റ് തെറ്റിച്ചു കൊടുത്തിരുന്നു. 2009 ഏപ്രിൽ 1 എന്തോ മാറ്റി കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അത് ഓർത്തുകൊള്ളാം. എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്ന 2009, നിലവിൽ വരുന്നത് 2010
ഏപ്രിൽ 1-നുമാണ്. അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി എന്നാണ്. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയാണ്. ഈ പഞ്ചവത്സര പദ്ധതി പൂർത്തിയാക്കിയോ? പഞ്ചവത്സര പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല. കാരണം എന്താണ്? 2015 ജനുവരി 1-ന് എന്ത് സംഭവിച്ചു? ഈ 2015 ജനുവരി 1 എന്ന് പറയുന്ന സമയത്ത് പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പം നിലവിലുണ്ടോ? ഇല്ല. 2015 ജനുവരി 1-ന് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ നിന്ന് 2015 ജനുവരി 1-നാണ് നീതി. ഈ നീതിയുടെ ഫുൾ ഫോം പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നീതി? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗാണ് നീതി ആയോഗ്. നീതി ആയോഗ് വരുന്നത് 2015 ജനുവരി 1-നാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് 2015 ജനുവരി 1-നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഈ നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളറാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരി ആയിരുന്നു. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഇതിൽ ഇപ്പം നീതിയുടെ CEO ആരാണ്? നീതിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO എന്ന് പറയുന്നത് സിന്ധുശ്രീ ഖുള്ളർ. ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയ. നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറി. എന്നാൽ നിലവിലെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. അതായത് 2015 ജനുവരി 1-നാണ് എന്ത് വരുന്നത്? നീതി ആയോഗ് വരുന്നത്. അതോടുകൂടി എന്താണ്? ഈ പഞ്ചവത്സര പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ലാത്ത പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ്? 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ കാലാവധി പൂർത്തിയാക്കാതെ റോളിംഗ് പ്ലാൻ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതി. അതുപോലെ 12ാം പഞ്ചവത്സര പദ്ധതി അത് കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. ഈ സമയത്ത് വന്ന പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന. പ്രധാനമന്ത്രി ജൻ ധൻ യോജന വരുന്നത് 2014-ലാണ്. പ്രധാനമന്ത്രി ജൻ ധൻ യോജന. പ്രധാനമന്ത്രി ജൻ ധൻ യോജന. പ്രധാനമന്ത്രി ജൻ ധൻ യോജന വരുന്നത് 2014-ലാണ്. പിന്നെ അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ വരുന്നതും 2014-ലാണ്. 2014-ലാണ് സ്വച്ഛ് ഭാരത് മിഷൻ വരുന്നത്. സ്വച്ഛ് ഭാരത് മിഷൻ വരുന്നത് 2014-ലാണ്. 2014-ലാണ് ജൻ ധൻ യോജന, പ്രധാനമന്ത്രി ജൻ ധൻ യോജന വരുന്നത്. അതുപോലെ 2015 വന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി വരുന്നത് 2015-ലാണ്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന പദ്ധതികൾ ഏതാണെന്ന് നോക്കാം. 2014-ലാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന വരുന്നത്. 2014 തന്നെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ വരുന്നത്. 2015 വന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഈ 3 പദ്ധതികൾ വന്ന ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആം ആദ്മി ഭീമ യോജന വരുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആധാർ വരുന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച ഉണ്ടായ പദ്ധതി എന്ന് പറഞ്ഞാൽ 11ാം പദ്ധതിയാണ്. പിന്നെ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ദേശീയ തൊഴിലുറപ്പ് നിയമം വരുന്നത് 2005-ലാണ്. അതുപോലെ വിവരാവകാശ നിയമം വരുന്നത് 2005-ലാണ്. പിന്നെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 2004-ലാണ്, 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സ്വജൽ ധാര വരുന്നത് 2002-ലാണ്, 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം നമ്മളിന്ന് 3 പഞ്ചവത്സര പദ്ധതികളാണ് പറഞ്ഞത്, 10, 11, 12. ഇതോടുകൂടി നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ഏരിയ തീരുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രധാനമായിട്ട് ഓരോ പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന പദ്ധതികളൊന്ന് മെയിനായിട്ട് നോക്കി വെക്കുക. ഇപ്പം എന്താണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികളുള്ള ഏരിയ ആണ് കംപ്ലീറ്റ് ചെയ്തത്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ നന്നായിട്ട് തന്നെ ഇത് പഠിക്കുക, റിവിഷൻ ചെയ്യുക. താങ്ക്സ്.